ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് 24,800 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും 24,752 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. IT, ഓട്ടോ, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ള ITC എന്ന സ്റ്റോക്ക് ഇന്ന് ഇടിഞ്ഞതും മാർക്കറ്റ് ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 0.30% ഇടിഞ്ഞാണ് 24,752 ക്ലോസിംഗ് നൽകിയത്. ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ITCയിലെ ഒരു പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ്റ് ഫീമായ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ കമ്പനി ITCയിൽ സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്തു. ഏകദേശം 8% ഡിസ്കൗണ്ടിലാണ് സ്റ്റേക്ക് ഓഫ്ലോഡിംഗ് നടത്തിയത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ITC എന്ന സ്റ്റോക്ക് ഇടിഞ്ഞു. കൂടാതെ ഇൻഡസൻഡ് ബാങ്കും ഇന്ന് 2%-ലേറെ ഇടിഞ്ഞിട്ടുണ്ട്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ JP മോർഗൻ ഇൻഡസൻഡ് ബാങ്കിൻ്റെ ടാർഗറ്റ് 770 നിന്നും 660 റെഡ്യൂസ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൽ പ്രകടമായി. ഇതുകൂടാതെ റിലയൻസ്, M&M, HDFC ബാങ്ക്, അൾട്രാടെക് സിമൻറ്റ്, സൺ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇൻഫോസിസ്, എറ്റേണൽ, ടാറ്റ മോട്ടോഴ്സ്, ടെക് മഹീന്ദ്ര, ഭാരതി എയർടെൽ, TCS തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗെയിനറായി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡാറ്റ, അമേരിക്കയുടെ US ഫെഡ് റിസർവ് പോളിസി മിനിറ്റ്സ് നാളെ പുറത്തു വരികയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. ഇന്ന് ITC, നെസ്ലെ തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ പ്രകടമായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിഫ്റ്റി FMCG ഇൻഡെക്സ് 1.4% ഇടിഞ്ഞു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 0.68% ഇടിഞ്ഞത്. നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ്, നിഫ്റ്റി റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളൊക്കെ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ നിഫ്റ്റി മീഡിയ, PSU ബാങ്ക് തുടങ്ങിയ സെക്ടറുകൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ കണ്ടീഷൻ കൂടുതൽ വീക്ക് ആകുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,462 ഇനി പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,462 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 24,000, 23,090 തുടങ്ങിയ ലെവലുകളിലേക്ക് ചിലപ്പോൾ ഇൻഡെക്സ് ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതേസമയം 25,116 പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായി നിലനിൽക്കണമെങ്കിൽ വരും ദിവസങ്ങളിൽ 24,700 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും ഗ്രാജുവലി 25,150 മുകളിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് നൽകുകയും വേണം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന റെയിൽവേ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് IRCTC. IRCTC ഇന്ന് 2% ഇടിഞ്ഞ് 775 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. IRCTCയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിൽ എല്ലാ പ്രാവശ്യവും കാണാവുന്ന രീതിയിലുള്ള അത്ര മികച്ച പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. നെറ്റ് പ്രോഫിറ്റ് 26% വർദ്ധിച്ച് 284 കോടിയിൽ നിന്നും 388 കോടിയിലേക്ക് എത്തുകയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10% വർദ്ധിച്ച് 1,152 കോടിയിൽ നിന്നും 1,269 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ ₹1 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇവിടെ IRCTCയുടെ നെറ്റ് പ്രോഫിറ്റ് 5% വർദ്ധിച്ച് 341 കോടിയായി ഉയർന്നെങ്കിലും സീക്വൻഷ്യലി ബേസിസിൽ പ്രോഫിറ്റിൽ 4%-ഓളം ഇടിവുണ്ടായിട്ടുണ്ട്. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ IRCTCയുടെ നെറ്റ് പ്രോഫിറ്റ് 1,111 കോടിയിൽ നിന്നും 1,315 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 4,260 കോടിയിൽ നിന്നും 4,675 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസും 824 കോടിയിൽ നിന്നും 903 കോടിയിലേക്ക് ഉയർന്നു. ഓരോ സെക്ടറിലെയും പെർഫോമൻസ് നോക്കിയാൽ കാറ്ററിംഗ് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 555 കോടിയിൽ നിന്നും 529 കോടിയിലേക്ക് ഇടിഞ്ഞു. റെയിൽ നിയർ സെഗ്മെൻറ്റിലെ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റായി തുടർന്നു. ഇൻ്റർനെറ്റ് ബുക്കിംഗ് വഴിയുള്ള റവന്യൂ 354 കോടിയിൽ നിന്നും 372 കോടിയിലേക്കെത്തി. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 342 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 342 കോടിയായിരുന്നു. IRCTC 775 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും 2%-ഓളം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് അത്ര പോസിറ്റീവാണെന്ന് അവകാശപ്പെടാനും പറ്റില്ല. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IRCTC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്